അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നല്ലൊരു കപ്പയും ബീഫും ഒക്കെ കഴിക്കണം എന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ നെയ്യുള്ള ബീഫൊക്കെ കൂടി നന്നായിട്ട് കപ്പ അങ്ങോട്ട് ഉണ്ടാക്കി, കൂടെ നാരങ്ങാച്ചാർ ഇട്ടു. പിന്നെ ഒരു കൊതി, ഒരു മുട്ട കഴിക്കണം എന്നൊരു കൊതി. കുറേ ദിവസമായി മുട്ട പുഴുങ്ങി കഴിച്ചു. അപ്പോൾ പിന്നെ ഒരു മുട്ട പുഴുങ്ങി കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ കാന്താരിമുളക് ഒന്നും കിട്ടില്ലാത്ത സ്ഥിതിക്ക് ഒരു മുളക് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം, അതിന് വേണ്ടി ഒരു മുളകും കൂടെ ആ സൈഡിൽ അവിടെ ചാർത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനപ്പോൾ കുഴച്ച് ഞാനങ്ങോട്ട് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പാകമാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. കണ്ടോ, നല്ല നെയ്യുള്ള ബീഫൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെ നല്ല എരിവുള്ള മുളക് കടിക്കുമ്പോൾ ഒരു സുഖം, എൻ്റെ പൊന്നു മാമ, സ്വർഗം മാമ, സ്വർഗം. പിന്നെ ആ നാരങ്ങയിൽ തോണ്ടുമ്പോൾ ഉള്ളൊരു സുഖം എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര സുഖമാണ്. ഒരു ചെറിയൊരു പുളിപ്പൊക്കെ വരും. പിന്നെ ഒരു മുട്ട കുറേ നാളെ കഴിച്ചിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു അങ്ങോട്ട് തട്ടി വിട്ടേക്കാൻ തന്നെ. അപ്പോൾ ഒരു മുട്ട കട ഇതിൻ്റെ പറ്റിയ കോമ്പിനേഷനല്ല, എന്നാലും അങ്ങോട്ട് കഴിച്ചേക്കാൻ തന്നെ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ പാടില്ല. അപ്പം ഇനി അടുത്തടുത്ത കുഞ്ഞു എന്താ പറയുക വീഡിയോസും കാര്യങ്ങളായിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.